ഊട്ടി ടോയ് ട്രെയിനിൽ കയറിയിട്ടുണ്ടോ? ടിക്കറ്റൊക്കെ നേരത്തെ ബുക്ക് ചെയ്തവരുണ്ടെന്ന് കരുതുന്നുണ്ടെങ്കിൽ അല്ലാതെയും ടിക്കറ്റ് കിട്ടും. പറഞ്ഞുതരാം. ഊട്ടി റെയിൽവേ സ്റ്റേഷൻ പുതുക്കി പണിത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഊട്ടിയിൽ നിന്ന് കൂണൂർ, മേട്ടുപ്പാളയം എന്നീ രണ്ട് സ്ഥലങ്ങളിലേക്കാണ് ടോയ് ട്രെയിൻ ഉള്ളത്. ഇതിൽ ഊട്ടിയിൽ നിന്ന് കൂണൂർ വരെ ഡീസൽ എഞ്ചിനും കൂണൂരിൽ നിന്ന് മേട്ടുപ്പാളയം വരെ സ്റ്റീം എഞ്ചിനുമാണ് ഉപയോഗിക്കുന്നത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ക്ലാസ് കോച്ച്. തൊട്ടടുത്തുള്ള ഇതാണ് സെക്കൻഡ് ക്ലാസ് കോച്ച്. ഫസ്റ്റ് ക്ലാസ്സിൽ വലിയ ചില്ലുകളും അതുപോലെ തന്നെ സൗകര്യമുള്ള സീറ്റിംഗുമാണ്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് നടുവിൽ ഒരു പല്ലുകൾ പോലത്തെ സെറ്റപ്പ് കാണാൻ കഴിയും. ഇതാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം. ചെരിവ് കൂടുതലായതിനാൽ നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. നോർമൽ റെയിൽവേയിൽ വീലുകളുടെ മാക്സിമം ഗ്രിപ്പ് 1/14.5 ഇൻക്ലിനേഷൻ ആണ്. അതായത് 14.5 യൂണിറ്റ് ഫോർവേഡ് മൂവ്മെന്റിൽ 1 യൂണിറ്റ് ഉയർച്ച മാത്രമാണ് ട്രാക്കുകൾക്ക് മാക്സിമം ഉള്ളതെങ്കിൽ റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റത്തിന്റെ ആവശ്യമില്ല. പക്ഷേ ഈ കൂണൂർ ടു മേട്ടുപ്പാളയം ട്രാക്കിൽ 12.5 ഫോർവേഡ് മൂവ്മെന്റിൽ തന്നെ 1 യൂണിറ്റ് ഉയർച്ച ഉണ്ടാകുന്നു. അപ്പോൾ വീലുകൾ സ്ലിപ്പായി പോകും. അതുകൊണ്ടാണ് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതുപോലെ സ്റ്റീം എഞ്ചിനുകൾക്ക് ടോർക്ക് കൂടുതലാണെന്നും പറയപ്പെടുന്നു. 2005 മുതൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലുള്ളതാണ് നീലഗിരി മൗണ്ടൻ റെയിൽവേ. അപ്പോൾ ആ പൈതൃകം കാത്തു സൂക്ഷിക്കുക എന്ന രീതിയിലും സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നതാവാം. എന്തായാലും സ്റ്റീം എഞ്ചിനിലെ ആ സൗണ്ടും പുകയും അതോടൊപ്പം അതിമനോഹരമായ വ്യൂവും ഒക്കെ ആസ്വദിക്കാൻ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതിൽ എന്തായാലും യാത്ര ചെയ്യണം. കൂനൂരിൽ നിന്ന് മേട്ടുപ്പാളയത്തിലേക്കുള്ള യാത്രയാണ് ഏറ്റവും ഭംഗിയുള്ളത്. കൂനൂർ മുതലാണ് സ്റ്റീം എഞ്ചിൻ ഘടിപ്പിക്കുന്നതും. അപ്പോൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റ് ലഭിക്കും. രാവിലെ 9:15, ഉച്ചക്ക് 12:15, 2 മണി, വൈകിട്ട് 5:30 എന്നീ 4 സമയങ്ങളിലാണ് ഊട്ടിയിൽ നിന്ന് ട്രെയിൻ പുറപ്പെടുന്നത്. ഇതിൽ ഓരോ ട്രെയിനും ഏകദേശം 56 ടിക്കറ്റ് വരെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഈ ഒരു ടൈമിന്റെ ഒരു 2 മണിക്കൂർ മുമ്പേ പോയി ക്യൂ നിന്നാൽ അത് ടൂറിസ്റ്റ് സീസണോ അല്ലെങ്കിൽ വീക്കെൻഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും ടിക്കറ്റ് ലഭിക്കും. ഞാൻ 2 പ്രാവശ്യം യാത്ര ചെയ്തപ്പോഴും എനിക്ക് ടിക്കറ്റ് ലഭിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഊട്ടിയിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഫോളോ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.